എല്ലാ ദിവസവും വാർത്തകൾ ശ്രദ്ധിക്കാൻ കഴിയാതെ പോകുന്നവർക്ക് വേണ്ടി ഒരു പുതിയ സെഗ്മെൻറ്റ് ആരംഭിക്കുകയാണ്. അനവധി പേർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഈ സെഗ്മെൻറ്റ് ആരംഭിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയിൽ ഈ രാജ്യത്ത് എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെയായിരുന്നു പ്രധാന തലക്കെട്ടുകൾ, ഇല്ലെങ്കിൽ തലക്കെട്ടിനോടൊപ്പം പൊക്കമുള്ള വാർത്തകൾ, ഇല്ലെങ്കിൽ നമ്മുടെ തലയിൽ കെട്ടിവെച്ച വാർത്തകൾ. ഏതായാലും നമുക്ക് അതിലേക്ക് തന്നെ പോകാം. രാജ്യത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ വാരത്തിൽ, അതായത് കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ ഞായറാഴ്ച വരെയുള്ള ആ 7 ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകൾ കർഷക സമരം തന്നെയായിരുന്നു. അതിന്ന് 6ാമത്തെ ദിവസമാണ്. പക്ഷേ പഴയതുപോലെയല്ല. ആദ്യത്തെ 3 ദിവസങ്ങൾ മാത്രമാണ് പ്രധാനപ്പെട്ട ന്യൂസ് ചാനലുകളും മാധ്യമങ്ങളും ഈ സമരത്തെ തലക്കെട്ടായി ഉപയോഗിച്ചത്. പിന്നീട് അത് താഴോട്ട് ഇറങ്ങുകയായിരുന്നു. എങ്കിലും ഫ്രണ്ട് പേജിൽ തന്നെ ഇടം പിടിച്ച് ഇപ്പോഴും മൂലയ്ക്കൊതുങ്ങി വാർത്ത നിൽക്കുന്നു. പക്ഷേ ഇന്ന് ആ സമരത്തിന് ഒരു വഴിത്തിരിവ് ഉണ്ടായേക്കാം. പിന്നീട് വലിയ തലക്കെട്ടായി മാറിയ വാർത്ത, പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് തകർന്നടിയുന്നു. അവരുടെ ചുക്കാൻ പിടിച്ചിരുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്നൊന്നായി BJPയിലേക്ക് എത്തുന്ന വാർത്തയാണ്. സാധാരണഗതി രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് സമയങ്ങളിലൊക്കെ നാം ഇത്തരം വാർത്തകൾ കേൾക്കാറുണ്ടെങ്കിലും ഇപ്പോഴങ്ങനെയല്ല സംഭവിക്കുന്നത്. ഒരു സംസ്ഥാനത്തെ പാർട്ടിയോ ഒന്നടങ്കമോ ഇല്ലെങ്കിൽ അതിൻ്റെ പകുതിയോ നേരെ BJPയിലേക്ക് ചേരുന്ന കാഴ്ച. മഹാരാഷ്ട്രയിലെ അശോക് ചവാനായിരുന്നു ഞെട്ടിപ്പിച്ച് കളഞ്ഞ ഒരു നേതാവ്. മഹാരാഷ്ട്ര സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് മറക്കാൻ കഴിയാത്ത ഒരു നേതാവ്, ശക്തനായൊരു നേതാവ് അശോക് ചവാൻ BJPക്ക് ഒപ്പം ചേർന്നു. പിന്നീട് കേട്ടത് കമൽനാഥും ഇപ്പോൾ സിദ്ധുവും അടക്കം ഉള്ള നേതാക്കൾ BJPയിലേക്ക് എത്തുന്നു എന്നാണ്. കഴിഞ്ഞ ഒരാഴ്ച കോൺഗ്രസ് വിട്ടിറങ്ങി BJPയിൽ ചേരുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊന്ന് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള വാർത്തയാണ്. സന്ദേശ് ഖാലി എന്ന് പറയുന്ന ഒരിടത്ത് കാലങ്ങളായി അവിടുത്തെ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന വാർത്ത പുറം ലോകമറിഞ്ഞു. ഞങ്ങളടക്കമുള്ള വളരെ കുറച്ച് മലയാള മാധ്യമങ്ങൾ മാത്രമേ ആ വാർത്ത ഇപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നുള്ളൂ, നൽകിയിട്ടുള്ളൂ. ദേശീയ തലത്തിൽ അതൊരു വലിയ വാർത്ത തന്നെയാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ വാർത്തകളുടെ തലക്കെട്ടായി മാറിയത് ആനയും കടുവയും മറ്റുമാണ്. ആനയുടെ ആക്രമണത്തിൽ 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതും വലിയ വാർത്തയായി തന്നെ മാറി. ആഴ്ചയുടെ ഒടുവിലേക്ക് എത്തുമ്പോൾ വീണ വിജയൻ വീണ്ടും വാർത്തകൾ ഇടം പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിന് വലിയ പ്രാധാന്യം മാധ്യമങ്ങൾ നൽകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട്. വീണ വിജയന് വലിയ തിരിച്ചടിയാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. പക്ഷേ ആ വാർത്തയ്ക്ക് ഒരു ഫോളോ അപ്പ് നൽകി കണ്ടില്ല മാധ്യമങ്ങൾ. കാരണം അത് ആ ഒരു ബ്രേക്കിങ്ങിൽ ഒതുക്കുകയാണ് ചെയ്തത്. കാരണം അതിന് ഫോളോ അപ്പിന് പറ്റിയ അനവധി കാര്യങ്ങൾ ആ വാർത്തയിലുണ്ട്. ഏതായാലും ഞങ്ങൾ അതിൻ്റെ ആ വാർത്തയുടെ ഫോളോ അപ്പുകൾ ഇടയ്ക്ക് നൽകുന്നുണ്ട്, വരുന്ന മുറയ്ക്ക് ഇനിയും നൽകും. ഇതൊക്കെയായിരുന്നു നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഇനി നമ്മുടെ തലയിൽ കെട്ടിവെച്ച ചില വാർത്തകൾ കൂടിയുണ്ട്, അതറിയാതെ പോകരുത്. അതിലൊന്ന് നമ്മളുടെ കൊല്ലം MP പ്രേമചന്ദ്രൻ്റെ വാർത്തയാണ്. പ്രേമചന്ദ്രൻ നരേന്ദ്രമോദിയുടെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തതിന് പല രീതിയിൽ, പല ആംഗിളിൽ പല മാധ്യമങ്ങളും വാർത്ത ചെയ്തു. സാധാരണഗതിയിൽ പ്രേമചന്ദ്രൻ മാത്രമല്ല, നമ്മളുടെ ഇപ്പോഴിരിക്കുന്ന P. രാജീവൻ ഉൾപ്പെടെ പ്രധാനമന്ത്രിയുമായി അടുത്ത സൗഹൃദം പുലർത്തുന്നവരാണ്. ചായ സൽക്കാരം പാർലമെൻറ്റിൽ ഒരു പതിവ് കാഴ്ചയുമാണ്. ചായകുടിയിൽ എന്ത് കാര്യമെന്ന് ചോദിച്ചാൽ ഇലക്ഷൻ കാലമല്ലേ, പലതും കാണും. അങ്ങനെ പ്രേമചന്ദ്രനെ സംഖ്യയാക്കാൻ ഒരു സൈഡിൽ കൊണ്ടുപിടിച്ച ശ്രമം. പക്ഷേ ഏതായാലും പ്രേമചന്ദ്രൻ സംഖ്യയായാലും കമ്മിയായാലും കൊങ്ങിയായാലും നല്ലൊരു പാർലമെൻറ്റേറിയനാണ് എന്ന കാര്യത്തിൽ നരേന്ദ്രമോദിക്ക് മാത്രമല്ല സാധാരണപ്പെട്ട ജനത്തിനും എതിരഭിപ്രായമില്ല. ഇത്തവണയും പുഷ്പം പോലെ അദ്ദേഹം ജയിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പുമാണ്. ഇതാണ് കേരളത്തിൽ നമ്മുടെ തലയിൽ കെട്ടിവെച്ച വാർത്ത. ഗോസിപ്പുകൾക്ക് വലിയ സ്ഥാനം ഈ മാധ്യമരംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഗോസിപ്പുകളുടെ പിന്നാലെ പോകുന്നതും ഒരു രസമാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക മലയാളിയുടെ ഒരു രീതിയും. ഇതാണ് കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ രാജ്യത്ത് സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 1, കർഷക സമരമായിരുന്നു. 2, ഈ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നു. കേരളത്തിലേക്ക് വരുമ്പോൾ അത് ആനയുടെയും അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ ആക്രമണവും അതിൽ കൊല്ലപ്പെട്ടവരുടെയും വാർത്തകൾ തലക്കെട്ടായി മാറി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നത് വീണ വിജയന് എതിരെയുള്ള ഒരു വിധിയായിരുന്നു, കർണാടക ഹൈക്കോടതിയുടെ ആയിരുന്നു. ഇതാണ് പ്രധാനപ്പെട്ട 4 വാർത്തകൾ. മറ്റൊന്ന് പ്രേമചന്ദ്രന് എതിരായിട്ടുള്ള, ഇല്ലെങ്കിൽ പ്രേമചന്ദ്രൻ്റെ ചായ സൽക്കാരം, നരേന്ദ്രമോദിയുടെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത വാർത്തകൾ തന്നെയായിരുന്നു. ഇതിനിടയിൽ മറ്റ് ദേശീയ വാർത്തകൾ വലിയ പ്രാധാന്യമൊന്നും നേടാതെ പോയത് കേജ്രിവാളിൻ്റെ കഥയാണ്. കേജ്രിവാൾ ഒരിക്കൽ കൂടി വിശ്വാസ വോട്ടെടുപ്പ് നേടി ദില്ലിയിൽ. ഏതായാലും കേജ്രിവാളിൻ്റെ വാർത്തയോടെയായിരിക്കും ഒരുപക്ഷെ നാളെ നമ്മളുടെ ദിനം ആരംഭിക്കുന്നത്. കാരണം നാളെ ED കേജ്രിവാളിന് 6ാമതും സമൻസ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ആഴ്ചയുടെ ആദ്യം തുടക്കം ഗംഭീരമായിരിക്കും. വരും ദിവസങ്ങൾ അതിലും ഗംഭീരമായിരിക്കും. അടുത്ത ആഴ്ച ഇതുപോലൊരു സെഗ്മെൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.